അവനങ്ങനെയൊന്നും ആവാൻ പറ്റില്ല അടി. അവനെന്നെ എന്തൊരു ഇഷ്ടമായിരുന്നു. അവനെന്നെ എങ്ങനെ കൊണ്ടു നടന്നിട്ടില്ലെന്ന് എനിക്കറിയില്ല. എടി, നിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ? ഫിസിക്കലിയോ മെൻ്റലിയോ? ഡെലിവറി കഴിഞ്ഞ് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അവനെ കാണാതെയൊക്കെ ഒരുപാട് ഡിപ്രസ്ഡ് ആയിരുന്നു. പക്ഷെ അവനെ മറന്ന് ജീവിക്കാമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അവൻ നന്നായി തന്നെ എന്നെ ടേക്ക് കെയർ ചെയ്ത്. പക്ഷെ ആ സമയത്തൊക്കെ അവൻ എൻ്റെ അടുത്ത് വരുമ്പോൾ എന്നെ തൊടാൻ നോക്കുമ്പോഴൊക്കെ എനിക്കെന്താ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ തമ്മിൽ കുറച്ച് നാളായിട്ട് ഫിസിക്കൽ റിലേഷനൊന്നും ഇല്ല. ഞാൻ തന്നെ അവനെ മാറ്റി നിർത്തി. ഡിപ്രഷൻ കൊണ്ടാ. ഇനി അതുകൊണ്ടായിരിക്കുമോ അവനിങ്ങനെയൊക്കെ പോയത്? ആയിരിക്കും. അല്ല, എൻ്റെ തെറ്റ. കുഞ്ഞു വന്നതിന് ശേഷം ഞാൻ പിന്നെ കുഞ്ഞിൻ്റെ കാര്യം മാത്രമേ നോക്കിയുള്ളൂ. അവൻ്റെ നീഡ്സൊന്നും മനസ്സിലാക്കാൻ പിന്നെ എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ കാരണം അവനിങ്ങനെയൊക്കെ ചെയ്തു. അവൻ മാറാൻ കാരണം ഞാൻ തന്നെയാണ്. ഇറ്റ്സ് ഓക്കെ ഡി, നീ ഇങ്ങനെ കിടന്ന് കരയല്ലേ. നമുക്കെല്ലാം സോർട്ട് ഔട്ട് ചെയ്യാം. ഞാൻ അവനോട് പോയി സംസാരിക്കാം. എൻ്റെ കൊച്ചി, നീ ഇങ്ങനെ കിടന്ന് കരയല്ലേ. എനിക്ക് അവളൊന്ന് കാണണം. അതെ, ഒരു മിനിറ്റ് ഒന്ന് നിൽക്കൂ. എന്നെ മനസ്സിലായോ? മനസ്സിലായില്ല, ഞാൻ പറഞ്ഞുതരാം. ഞാൻ അവളുടെ വൈഫാണ്. എനിക്കറിയാം. അറിയോ? ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് എന്തിനാണോ ഞങ്ങളുടെ ജീവിതത്തേക്ക് ഞാൻ കടന്നു വന്നത്? അവനെ സ്നേഹിക്കാനും അവൻ്റെ കൂടെ നിൽക്കാനും അവൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാനും ഇവിടെ ഞാനുണ്ട്. ഞങ്ങൾക്കിപ്പോൾ ഒരു കുഞ്ഞുണ്ട്. അതിനോർത്തെങ്കിലും ഇനി ഞങ്ങളുടെ ജീവിതത്തേക്ക് കടന്നു വരരുത്. എൻ്റെ ഒരു റിക്വസ്റ്റാണ്, പ്ലീസ്. ഹലോ രാഹുൽ. നിന്നോട് ക്ഷമ വയ്ക്കാൻ പോലും അർത്ഥമില്ലെന്ന് എനിക്കറിയാം. ചെയ്ത തെറ്റ് തന്നെയാണ്. എന്നെ കുഞ്ഞിനെയൊക്കെ പറഞ്ഞിട്ട് എൻ്റെ മനസ്സെപ്പോഴും പിടിവിട്ട് പോയി. എനിക്കൊരു ചാൻസ് കൂടെ തന്നൂടെ? എന്നെ ഇട്ടിട്ട് പോവല്ലേ സാന്ദ്ര. എന്നെ വിട്ടിട്ട് പോവല്ലേ. നിന്നെ കുഞ്ഞിനെയൊക്കെ വിട്ടിട്ട് എനിക്കൊരു ജീവിതമില്ലടി.